കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെയുള്ള ദൈവജനത്തോട് ഒരുമിച്ച് എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വലിയവനായിരിക്കുന്ന ദൈവം എന്നെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ ആ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം. തോമസ് അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറിയ വർഷങ്ങളുടെ പരിചയവും സ്നേഹബന്ധമുണ്ട്. ഈ സഭയിൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്റെ ഭവനത്തിലും ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ IPC റീജിയന്റെ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന സമയത്ത് പല ശുശ്രൂഷകളുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് കടന്നു വരുവാനും കാണുവാനും ഒക്കെ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനുമായി നല്ലൊരു സ്നേഹബന്ധം അത് ഇതുവരെയും നിലനിൽക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളെ അങ്ങനെ ഇടയാക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ റൊണാൾഡ്, ആ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും കർത്താവ് ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് രാജനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസനെയും കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കരുതലായി ഞാൻ കർത്താവിനെ മഹത്വം കരയറ്റുകയാണ്. അങ്ങനെ നിങ്ങളെ ഓരോരുത്തരും വ്യക്തിപരമായി എനിക്ക് പേരെടുത്ത് പറയുവാൻ പലരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമയം നമ്മുടെ മുമ്പിൽ അത്തക്ക സമയത്ത് തന്നെ നിർത്തണമല്ലോ. എന്നോടൊപ്പം കടന്നു വന്ന പ്രിയ ബ്രദർ ബ്ലസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബ്ലസ്സൻ ബ്രദർ എൻ്റെ സഭയിലെ വളരെ ആക്റ്റീവ് മെമ്പറാണ്. ഞാൻ ദൂര സ്ഥലത്തൊക്കെ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെ പ്രിയ സഹോദരങ്ങളെ കൂട്ടാറുണ്ട്. അതെനിക്കൊരു അനുഗ്രഹമാണ്. ഇവരുമായി ചേർന്ന് കടന്നു പോകുന്നത്. പ്രിയ ബ്ലസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്താലും ഈ അബുദാബിയിലായിരുന്നു. ഇവിടെ വർഷങ്ങളായിട്ട് ഈ ദേശത്തൊക്കെ എൻ്റെ ഫാദർ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ജോലിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ പോയി. പ്രിയദാസന് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ദുബൈയിലേക്ക് മാറി. അങ്ങനെ ഷാർജയിൽ ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റി. അങ്ങനെ നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും അവൻ ദൈവത്തിന് സ്തോത്രം. ചിട്ടയായിട്ടുള്ള നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം. ഒരു പാസ്റ്ററെ സംബന്ധിച്ച് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇവിടെ നിൽക്കുമ്പോൾ വിശ്വാസികൾ അവരുടെ ഇരിപ്പ് മനോഹരമായാൽ ദൈവത്തിന് സ്തോത്രം ശുശ്രൂഷിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പറയുമ്പോൾ ഞാൻ എൻ്റെ 29ാമത്തെ വർഷമാണ് ഇപ്പോൾ ശുശ്രൂഷ കയറിയിട്ട്. ഞാൻ നാട്ടിലെ സഭാ ശുശ്രൂഷയിലായിരുന്നു. അതിനുശേഷം ആ സഭാ ശുശ്രൂഷ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ജോലിക്കാണ് വന്നത്. 99 ഞാൻ ഇവിടെ വന്നു. ആ 99 1 വർഷം ഞാൻ ശുശ്രൂഷ എടുത്തില്ല. വീണ്ടും 2000 മുതൽ വീണ്ടും ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് സഭകളിലും പോയിട്ടുണ്ട്, ഒരുപാട് വിശ്വാസികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പാസ്റ്റർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ശുശ്രൂഷയ്ക്ക് ഒരു ഒരുക്കം കിട്ടണമെന്നുണ്ട് വിശ്വാസികൾ സാന്നിധ്യത്തോടെ. ഒരിക്കലും ഒരു സഭയില് ഇപ്പൊ ലൈവാണോ അതിന് കുഴപ്പമില്ല, അല്ലല്ലോ അല്ലേ, റെക്കോർഡ്. ഒരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരന് ഒരു ബുദ്ധിമുട്ട് വന്നു. അദ്ദേഹം അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ അങ്ങനെ ആ സഭയിൽ ഒരു ചെറിയൊരു പ്രശ്നം. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ പാസ്റ്റർ വന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയത്? അപ്പോൾ അദ്ദേഹം ആ സഭയിലെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, പാസ്റ്റർ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറെ കൊണ്ട് ഗസ്റ്റ് പാസ്റ്റർ അപ്പോൾ ചോദിച്ചപ്പോൾ ഗസ്റ്റ് പാസ്റ്റർമാരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ സ്റ്റാൻലി പാസ്റ്റർ പറഞ്ഞു, ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവദാസനെ ആ സഭയിലുള്ള വിശ്വാസികളെല്ലാം ഡായിട്ടാണ് ആ പോലെ. ഞാനെന്താ പറയാൻ? അപ്പം ഞാൻ അതിനെപ്പറ്റി പിന്നീട് കൂടുതലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലാന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ശബ്ദമല്ല ഒരുപോലെ ഇരിക്കുന്നത്, ഡായിട്ടാണ്, പക്ഷെ ഇതെല്ലാം വളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നേരെയാക്കണമെങ്കിൽ ഈ 1 മണിക്കൂറൊന്നും പോരാ, അപ്പൊ അല്ലെങ്കിൽ 40 മിനിറ്റ്. അതുകൊണ്ട് പുള്ളി ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇരിപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മനോഹരം. പ്രത്യേകിച്ച് ചോദിച്ചാൽ വളരെയധികം ഈ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് നല്ലോണം അറിയാം. സ്വന്തം ഈ സഭ ഇത്രത്തോളം കർത്താവ് കഴിഞ്ഞ നാടുകളിൽ റീജിയന് നിങ്ങൾ നൽകിയ ആ സഹകരണം, പ്രാർത്ഥന, അതൊക്കെ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയ മോള് കീബോർഡ് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവിടെ ഈ ചെറുപ്രായത്തിൽ ഇത്ര മനോഹരമായിട്ട് ദൈവത്തിന് സ്തോത്രം പാട്ടുമായിട്ട് സിംഗ് ചെയ്ത് നല്ലോണം വായിക്കാനൊക്കെ ദൈവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രിയ പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവൻ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസന് കൂടി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗത്തെ നമുക്ക് ലഭിക്കുവാൻ കൊണ്ട് ഇടയായി തന്നു. ദേവദാസൻ എന്നെ ഓർത്തായിരിക്കും അദ്ദേഹം കൂടുതൽ അതിൽ നിന്ന് പ്രബോധിപ്പിക്കാതെ ഇരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതായത് ദൈവത്തിന് സ്തോത്രം. സന്തോഷമുണ്ട്. എന്നാലും
കൃതദാസന്മാർക്ക് കൊടുക്കുന്ന വചനമൊന്നും ഇഷ്ടമായിട്ട് ആര് വന്നാലും നിങ്ങൾ സമയം മാറ്റി വെച്ചു കൊടുക്കേണ്ട. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ദൂത് നിങ്ങൾ സഭയോട് പറയണം. കാരണം ഞങ്ങളൊക്കെ ഇവിടെ വന്ന് വന്ന് പ്രസംഗിച്ച് ഞാൻ പോയി, നിങ്ങളുടെ ആരുടെയും മുഖം എനിക്ക് ഓർമ്മയില്ല, അല്ലേ? ചുരുക്കം ചിലരുടെയൊക്കെ മുഖം ഓർമ്മയുണ്ട്. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെയൊക്കെ പുറകോട്ടൊന്നും നമുക്ക് അത്രയും അങ്ങോട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളെയൊന്നും അത്ര ഇതല്ല. പക്ഷെ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ് ഈ മുഖമോർത്ത് പ്രാർത്ഥിക്കുന്നത്. അവരുടെ തോളിലാണ് നിങ്ങളുടെ ഭാരം ഇരിക്കുന്നത്. പഴയ നിയമം പഠിക്കുമ്പോൾ മഹാപുരോഹിതന് ധരിക്കുന്ന ഏഫോദില് ഈ 6 ഗോത്രങ്ങളുടെ പേര് കുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വഹിച്ചു പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷിക്കുന്ന സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. അപ്പൊ അവർക്ക് നിങ്ങളുടെ വിഷമങ്ങൾ അറിയത്തുള്ളൂ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഇന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഇനി ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഓർത്തെങ്കിൽ സഭ ഓർത്ത് പ്രാർത്ഥിക്കില്ല, നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. പക്ഷെ ഈ ദൈവദാസനെ സംബന്ധിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുക, പ്രിയ കർത്താവിന്റെ ദാസനോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ദൈവം തരുന്ന ദൂത ഈ സഭയോടുള്ള ദൂതാണ്. നിങ്ങൾ മറച്ചു വെക്കേണ്ട, ഒട്ടും നിങ്ങൾ സമയം അതിനുവേണ്ടി കളയണ്ട, അല്ലെങ്കിൽ മാർക്കും വേണ്ടി മാറ്റി വെക്കേണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൂത് നിങ്ങൾ പറയണം. അവിടെ നമ്മൾ വായിച്ചു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ അവൻ ചെയ്ത നന്മകളോർത്ത്, അവൻ ചെയ്ത ഉപകാരങ്ങളോർത്ത്, അവൻ നമ്മുടെ മേൽ ചൊരിഞ്ഞ നന്മകളോർത്ത് ഇതുവരെ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയത്തില്ല. സിംഹത്തിന് ഇര കിട്ടാതിരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം, നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ബാലസിംഹമാണ് ഏറ്റവും ശക്തിയേറിയ സാധനം. ഇനി അതിന് കിട്ടിയില്ലെങ്കിലും അതിന്റെ തള്ളയും തന്തയും ഉണ്ട്. വലിയ സിംഹങ്ങൾ അവർ കൊണ്ട് പിടിച്ചിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഏത് വഴി പോയാലും അതിന് മുടക്കത്തൊന്നുമില്ല. എന്നാൽ ദൈവത്തിന് പറയുന്ന അതിന് മുടങ്ങിയാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ ഭയമില്ല. യഹോവയെ സ്തുതിക്കുന്നവനെ, നമ്മൾ ഈ നന്മ എന്ന് പറയുമ്പോൾ ഈ കൂടുതലും നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു ചിന്താഗതിയുണ്ട്, എന്നെക്കാട്ടിൽ കൂടുതൽ ഒരു നല്ല വാഹനം ഉണ്ടെങ്കിൽ, റൊണാൾഡോ ഭാഷക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നന്മ, എന്നേക്കാൾ കൂടുതലൊരു അദ്ദേഹത്തിന് ശമ്പളം ഉണ്ടെങ്കിൽ ശുപാർശക്കാട്ടിലെ നന്മ അദ്ദേഹത്തിന്. നമ്മൾ അങ്ങനെ മെഷർ ചെയ്യും, അല്ലേ? ശമ്പളം കൂടുതൽ, വണ്ടിയുടെ ആ ബ്രാൻഡ് കൂടുന്നത്, വലിയ വീട്, നാട്ടിലൊരു വലിയ വീട്, ഇതെല്ലാം നമ്മൾ നന്മയായിട്ടാണ് പറയാം. നന്മയല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഓക്കെ. പക്ഷെ ഇതാണോ യഥാർത്ഥത്തിൽ നന്മ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. എൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ ഈ പേര് പോലെ അത്ര വലിയ പ്രശസ്തമൊന്നുമാണ്. ഏതൊരു സ്തോത്രം, കർത്താവ് ഇങ്ങനെ നടത്തുന്ന ഇങ്ങനെ പോകുന്നുണ്ടോ? നന്മ 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 എന്ന് നമ്മൾ ഈ പറയുന്നത് എല്ലാം ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഷർട്ട് ഇട്ടപ്പോൾ, ഇങ്ങനെ തേച്ച് ഞാൻ ഒരുങ്ങുന്ന സമയത്ത് ഷർട്ട് ഈ ബട്ടൺസ് ഇങ്ങനെ കുത്തിയപ്പോൾ, ബട്ടൺ ഇത് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അതിൻ്റെ കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ പോയി, പ്രാർത്ഥിക്കാൻ പോകുന്നത്. അദ്ദേഹം ഞാൻ വരുന്നത് കണ്ടപ്പോഴത്തേന് ഞാൻ വരുന്നല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഒരു ഷർട്ട് എടുത്തിടിയിച്ചിട്ട്, ടീഷർട്ട് 2 പേര് ചേർന്ന് ഇടിയിച്ചത്. 2 പേര് ചേർന്ന് ഇവിടുത്തെ ഒരു ബട്ടൺ കുത്തിയത്. ഇന്ന് പകല് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയരെ, നമ്മുടെ ഡ്രസ്സ് നമുക്ക് തന്നെ ഇടാൻ പറ്റിയെങ്കിൽ, രാവിലെ ബ്രഷ് എടുത്ത് സ്വയമായിട്ട് പല്ല് തേക്കാൻ പറ്റിയെങ്കിൽ ദൈവം ചെയ്ത നന്മയാണ്. ഹല്ലേലൂയ. നമ്മുടെ സാലറി 2 മാസം മുടങ്ങിയാലും നീ പരിഭവിക്കണ്ട, നീ വിഷമിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. നിന്നെ നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. ബാലസിംഹം ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. അങ്ങനെയെങ്കിൽ ദൈവം ഒരു ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നീ അതിന്റെ മുമ്പിൽ നീ ആരാധന മുടക്കരുത്, നിന്റെ സ്തുതി മുടക്കരുത്. ആമേൻ. നീ ആത്മാവിൽ നീ ആഗ്രഹിക്കുന്നത് മുടക്കരുത്. യഹോവ നല്ലവനെന്ന് വിളിച്ചറിവീൻ.
എറണാകുളത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ 36-37 വയസ്സുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വൈഫ്, അതിൽ മെയിനായിട്ടുള്ള ഒരു യുവ സഹോദരി. ഈ ദേവദാസൻ പ്രാർത്ഥിക്കാൻ കടന്നു ചെന്നപ്പോൾ ഈ സഹോദരൻ ഇച്ചിരി വെള്ളം തരാൻ പറഞ്ഞിട്ട് ഈ വൈഫ് കൊടുക്കുന്നില്ല. 1-2 വട്ടം വെള്ളം ചോദിച്ചു, കൊടുത്തില്ല. 3ാമത് ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരയുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ശുപാർശ, എനിക്ക് ഈ പെങ്കൊച്ചെന്ത വെള്ളം കൊടുക്കാത്ത, പച്ചവെള്ളമല്ല ചോദിച്ചത്, ഇത് കൊടുക്കാത്ത എന്നാന്ന് എനിക്കങ്ങനെ മനസ്സിലങ്ങ് ദേഷ്യം വന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താവും വെള്ളമല്ലേ ചോദിച്ച്, നിനക്കെന്താ കൊടുത്താൽ എന്താ നീ കരയുന്നേ? ഞാൻ പറഞ്ഞത്, പക്ഷേ 10 ml വെള്ളം 24 മണിക്കൂറിൽ കൊടുക്കാവുള്ളതാണ് ഡോക്ടർ പറഞ്ഞു. 10 ml വെള്ളം 24 hours-നുള്ളിൽ 10 ml വെള്ളം, അത് ഡ്രോപ്പായിട്ട് കൊടുക്കണം. ചുണ്ട് നനയ്ക്കാനേ പറ്റത്തുള്ളൂ. പുള്ളി ചോദിക്കുമ്പോഴൊന്നും വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. പുള്ളിയുടെ രോഗത്തിന് അത് പറ്റത്തില്ല. കാരണം വെള്ളം കൂടുതൽ കൊടുത്താൽ പുള്ളി മരിക്കും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മരിക്കാതെ ഇനി വെള്ളം ചോദിച്ചാലും അദ്ദേഹം ഒന്ന് സംസാരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ, അതെങ്കിലും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ നോർത്താ ഞാൻ വെള്ളം കൊടുക്കാം. എന്നോട് പറഞ്ഞു, പക്ഷേ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഇതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് എത്ര ഗ്ലാസ് ചായ കുടിച്ചു? നിങ്ങൾ എത്ര കുപ്പി വെള്ളം കുടിക്കുന്നു? നമ്മുടെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ നിങ്ങൾക്ക് യഥേഷ്ടം വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്. അവൻ ദൈവത്തിന് സ്തോത്രം. ഓരോ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നിങ്ങളുടെ ദാഹത്തിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തെ നിങ്ങൾ സ്തുതിച്ചോളൂ. ഹല്ലേലൂയ. സ്തുതിക്കാൻ കാരണം ഒത്തിരി ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന് സ്തോത്രം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ മൗനമായിരിക്കരുത്. നമ്മുടെ ഉള്ളം ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഇങ്ങനെ ഓർത്തോണം. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് സ്തോത്രം. ചെറിയ പ്രതികൂലങ്ങൾ കണ്ട, ചെറിയ പ്രശ്നങ്ങൾ കണ്ട ആരാധന മുടങ്ങരുത്, സ്തോത്രം മുടങ്ങരുത്, വചനധ്യാനം മുടങ്ങരുത്, പ്രാർത്ഥനയിൽ നിങ്ങൾ നടത്തി പോകരുത്. ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരം ഓർത്ത് നന്ദിയോടെ കർത്താവിന് മഹത്വം കരയറ്റണം. ഹല്ലേലൂയ. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ച് വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം. അവസാനം സമയം ലഭിക്കുന്നെങ്കിൽ ഒരു പാട്ട് പ്രിയ മോളോട് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊരിന്ത്യർ ലേഖനം മുന്നെടുത്ത് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ 1 മുതൽ. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയഹാരത്തിന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് ദൃഷ്ടാന്തമായി പല കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഭയപ്പെടാൻ, നമ്മളിടയ്ക്കൊന്ന് നമ്മളെ ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്ത് അവൻ നീക്കേണ്ടത് നീക്കി, അവൻ വെടിപ്പാകേണ്ടതുപോലെ വെടിപ്പായി നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതിനാണ് ചില സൈൻസ് നമുക്ക് ദൈവത്തിന് സ്തോത്രം ഈ ബൈബിളിൽ തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ, ചൂണ്ടുപലക
എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും പോകാനുള്ളത് അത് കറക്റ്റായിട്ട് അത് ചൂണ്ടുപലകയിൽ അതിങ്ങനെ കാണിക്കും. സൈൻ ബോർഡുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ചില സൈൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് അനുസരിച്ച് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ഇത് പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് യാത്രയായ ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില പാളിച്ചകളെ കുറിച്ച് പറഞ്ഞിട്ട് വിശുദ്ധ പൗലോസ് പറയുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നാമും എന്ത് ചെയ്തത്? അവരെ പോലെ ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഇത് നമുക്കെന്തിനാ നമ്മളോട് പറയേണ്ട ആവശ്യമുണ്ട്? അവര് ദുർമോഹികളായി, അവർ മരുഭൂമി പട്ടുപോയി, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പലതും സംഭവിച്ചു. ഇതൊക്കെ നമ്മളോട് എന്തിനാ പറയുന്നത്? നമ്മൾ പുതിയ നിയമവിശ്വാസികളല്ലേ? നമുക്കൊന്നും ഇത് ബാധകമല്ലല്ലോ, ആണോ? നിങ്ങളൊന്നും പറയാം, നിങ്ങളോട് സഹകരിച്ചേ. ഇത് നമുക്ക് ബാധകമാണോ? എങ്ങനെ ബാധകം? എങ്ങനെ ഇത് ബാധകം? ഇത് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഈ ഇസ്രായേൽ ജനം യാത്ര ചെയ്തതുപോലെ തന്നെ നമ്മുടെ യാത്രക്കാരാണ്. അവര് കനാനിലേക്കുള്ള യാത്രക്കാരായിരുന്നു, വാഗ്ദത്ത കനാൻ. നമ്മളും വാഗ്ദത്ത കനാനിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ സിയോൻ യാത്രക്കാർ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. കുരിശിന്റെ പാതയിലാണ് പോകുന്നത്. അപ്പൊ കുരിശിന്റെ പാതയിൽ മുമ്പോട്ട് പോകുന്നവർക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ അവരെ കൂടെ ദൃഷ്ടാന്തം വെച്ചിട്ട് പഠിക്കണം. കുഞ്ഞുങ്ങളെ ഗൈഡ് വെച്ചൊക്കെ പഠിക്കുന്നത് പോലെ അവരാ നമ്മുടെ ഗൈഡ്. അവരെ നോക്കി പഠിക്കണം. കാരണം ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നേരെ ആ ഗൈഡിൽ പോയി നോക്കിയാൽ മതി, അവിടെ അതിന് ആൻസർ ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കൊരു നല്ല യാത്ര, നമ്മുടെ ലക്ഷ്യം നമുക്ക് സാധ്യമാണ്. എന്താ നമ്മുടെ ലക്ഷ്യം? എന്താ? നിത്യതയാണ്. ആമേൻ. റോമലേഖനം എടുത്ത് ഇപ്പോൾ ഓർത്തോണം പറയും. 8-21 വായിച്ചേ. റോമ 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഞരങ്ങുന്നു എന്നുള്ള മലയാളം വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഈഗർലി വെയിറ്റിംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് അർത്ഥം എന്നറിയോ? ആകാംക്ഷയോടെ കാത്തിരിക്കുക, ഉത്സുകത്തോടെ കാത്തിരിക്കുക, അല്ലെങ്കിൽ എന്തോ വരുമെന്നുള്ള പ്രതീക്ഷയോടെ. അത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും, നമ്മൾ ഈ കുറച്ച് പേര് അല്ലെ ഈ സഭ മൊത്തത്തിൽ ഇപ്പൊ പാർക്കിൽ പോവാന്ന് പറഞ്ഞിട്ട്, പാർക്കിൽ പോകുന്ന അത്ര ഒക്കത്തില്ല. നമ്മുടെ നാട്ടിലൊരു ട്രെയിനിൽ പോവാന്ന് വെച്ചു. അപ്പം നമ്മളെല്ലാവരും കൂടെ ഏതെങ്കിലും ഞാൻ കോട്ടയംകാരൻ, അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ തന്നെ എടുക്കും. അവിടെ നമ്മളെല്ലാവരും വരാൻ പറഞ്ഞു. കൃത്യസമയത്ത് 10:30 വരാൻ പറഞ്ഞു. 10:30 നമുക്ക് അവിടെ നിന്ന് വണ്ടി വന്നു. അതിൽ കയറി നമ്മൾ ഡൽഹിക്ക് പോവാം. എല്ലാവരും വന്നു, ഒരാൾ വന്നില്ല. ഓക്കെ, റൊണാൾഡോ പാസ്റ്റർ വന്നില്ല, അദ്ദേഹത്തെ പറയാൻ കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് വണ്ടി വന്നു, വണ്ടി വരാറെ അനൗൺസ്മെന്റ് എല്ലാം കേൾക്കുന്നുണ്ട്. വാർഷ എവിടെ എന്ന് വിളിക്കുമ്പോഴത്തെ അദ്ദേഹം പറയും, 1 മിനിറ്റ് നിൽക്കണേ, ഞാൻ കുളിക്കാൻ കയറിയതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വണ്ടി അവിടെ നിൽക്കുമോ? ഇല്ല. വണ്ടി എന്ത് ചെയ്യും? ഓ, ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റിസർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. സമയത്ത് ഒരുങ്ങി നിൽക്കേണ്ടടുത്ത് നിന്നാലേ കയറാൻ പറ്റും. ഈ രക്ഷ നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു വിഷയമൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ ഇച്ചിരി കോൺട്രഡിക്ഷൻ ആതൊക്കെ. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല, പോട്ടെ. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കാനല്ല ഇരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ദൈവജനം പുത്രത്വത്തിന് വേണ്ടി ഞരങ്ങിക്കൊണ്ട് കാത്തിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ വീണ്ടെടുപ്പ് ഫുൾഫില്ലാതെ സാധ്യമാകത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ല, ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചു. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. ഇനി പുത്രത്വത്തിന് വേണ്ടി, ഒരു വലിയ അവകാശത്തിന് വേണ്ടി നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് 1 Thessalonians 4:16 വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് സാധാരണ നമ്മൾ വായിക്കുന്നത്
ശവസംസ്കാര ശുശ്രൂഷയിൽ ഇത് വായിക്കുന്നത്. ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പുള്ളി നേരം വണ്ണം ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കാഹളത്തിൽ എഴുന്നേൽക്കും. പക്ഷെ ഞങ്ങളുടെ ദൈവദാസന്മാർ ഇത് വായിക്കുന്നത് ഇതല്ലാതെ വേറൊന്നും ഇവിടെ വായിക്കാനും പറയാനും ഇല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാ പറയുന്നത്. കർത്താവ് വരും. കാത്തിരിക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവർ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. അവനെ കാത്തിരിക്കുന്നവർ അവനോട് കൂടെ പോകും. അവർ പുത്രത്വം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതാ നമ്മുടെ പ്രത്യാശ. ഈ വചനങ്ങളെ പറഞ്ഞു വേണം നമ്മൾ അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. അല്ലാതെ ഭൗതികമായിരിക്കുന്ന നേട്ടമോ ഭൗതികമായിരിക്കുന്ന ലാഭമോ ഈ ലോകത്തിലെ ഏതെങ്കിലും നന്മയോ അല്ല. എന്ന് പറയുന്നതോ ദൈവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ആ നന്മ പ്രാപിക്കുവാൻ നമ്മൾ പുത്രത്വം പ്രാപിച്ചേ മതിയാകുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് 1-ാം വാക്യത്തില് സഹോദരന്മാരെ മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്നു. ഒരു വ്യക്തി പോലും മേളിൽ കൂടെ ചാടി അപ്പുറത്ത് പോയിട്ടില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആരാധനയ്ക്ക് കടന്നു വന്നു. മീശ ഉണ്ടായിരുന്നൊക്കെ വടിച്ചു ക്ലീൻ ഷേവായി. കറുത്ത ഷർട്ടൊക്കെ മാറ്റി പച്ച ഷർട്ടൊക്കെ മാറ്റി വെള്ള ഷർട്ടായി. ഒരുപാട് കാര്യം പറഞ്ഞ് വെള്ള സ്കാർഫുമായി. എല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താ പറ്റി? മുമ്പോട്ട് ചെന്നപ്പോ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി പോയേ മതിയാവും. എന്താ ദൈവം പ്രസാദിക്കാഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വചന ശുശ്രൂഷ കൊണ്ട് നമ്മൾ അതിനൊരു പരിഹാരം കണ്ടെത്തി ദൈവത്തിന് സ്തോത്രം ദൈവസ്ഥനെ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് വായിക്കാം. 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് പുറപ്പാട് പുസ്തകം ഒന്നെടുത്ത് 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ച്. മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട് മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണമെന്ന് മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. ഞാൻ നിങ്ങളോട് ശാന്തമായ അന്വേഷണത്തിൽ ചോദിക്കുക, ഇവരെന്തിനാ മരുഭൂമിയിലോട്ട് വന്നത്? ആരോ പറഞ്ഞല്ലോ ദൈവത്തെ ആരാധിക്കാൻ. പക്ഷെ ഇപ്പൊ എന്താ പറയുന്നത്? മരിക്കാനാണോ ദൈവം വിളിച്ചോണ്ട് വന്നത്? ആരാധിക്കാനാണ് വിളിച്ചോണ്ട് വന്നത്. പക്ഷെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ എന്തോ പറഞ്ഞു? ഞങ്ങൾ മരിക്കാൻ പോവാ, ഞങ്ങൾക്ക് മരിക്കണം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും അബദ്ധമായി പോയെന്ന് തോന്നുന്നവരുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഞാൻ നിന്നിടത്ത് എന്തിനാ മതിയായിരുന്നു. അങ്ങനെ വല്ല ചിന്തിക്കാറുണ്ടോ? തോന്നാറുണ്ടോ? ചില സമയത്തൊക്കെ നമ്മൾ തോന്നും, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷെങ്കിൽ അവൻ ദൈവത്തിന് സ്തോത്രം അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ നേരെ മുകളിലേക്ക് നോക്കണം. നമ്മളിപ്പോ കേട്ടല്ലോ, നമ്മുടെ ഉള്ളം ദൈവത്തിലേക്ക് നോക്കണം, നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുക. കണ്ണും 3 കാര്യങ്ങളാണ്. ആദ്യം കണ്ണ്, അവൻ ദൈവത്തിന് സ്തോത്രം, ഉള്ളം, പിന്നെ മനസ്സ്, പിന്നെ കണ്ണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിലേക്ക് ഉയർത്തിയാൽ ആൻസർ അവിടെ നമ്മുടെ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ കരുതിയിട്ടുള്ള, നമ്മൾ സഹായിച്ച ആൾക്കാരിൽ നിന്നൊക്കെ ഒരു തിക്തമായ അനുഭവം നമുക്ക് ജീവിതത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് ഡെസ്പായിക്കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ അവർക്ക് വേണ്ടി ഇത്രയും നാൾ പ്രാർത്ഥിച്ചത്? ഞാൻ അവർക്ക് വേണ്ടി എങ്ങനെ ഞാനൊരു ദൈവദാസൻ. അതുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങളെ ഞാൻ ഇതിനു വേണ്ടി വെറുതെ ഓടിയിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ സമയം എത്ര കളഞ്ഞു, ഞാൻ എത്ര അവർക്ക് വേണ്ടി എൻ്റെ കാശ് ചെലവാക്കി, ഞാൻ എത്ര കരുതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് ഇതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഇതിന് ഈ വേലയ്ക്ക് ഇറങ്ങിയത്? നിരാശ. നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവപ്രസാദം നമ്മളിൽ വരാൻ തടസ്സം. 147-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച്. 147 തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അപ്പൊ ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1, നമ്മുടെ ദൈവത്തെ ഭയപ്പെടണം. 2, ദൈവത്തിന്റെ ദയ
വന്നെന്നിരിക്കാം, അപ്പനമ്മമാരിന്ന് വന്നെന്നിരിക്കാം. Praise the Lord. അവിടെ എന്ത് ചെയ്യണം? ഇതിനെല്ലാം മറുപടി പറയാൻ പോകാതെ ദൈവത്തെ അങ്ങ് ഭയപ്പെടുക. Praise the Lord. ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ ദയ ഓർത്ത് അതിൽ പ്രത്യാശ വെക്കുകയും ചെയ്താൽ ദൈവം നമ്മളിൽ പ്രസാദിക്കും. അപ്പോൾ ഇവരുടെ ഉള്ളത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം ഇവര് സമുദ്രത്തിലും മേഘത്തിലൂടെ ഒക്കെ കടന്ന് സ്നാനമേറ്റവരാണ്. ഈ സ്നാനമേറ്റെങ്കിലും ദൈവം അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല. പ്രസാദിക്കാതിരിക്കുന്ന കാരണം ഒന്ന്, ഇവരുടെ കാഴ്ചപ്പാട് മാറി. ആരാധിക്കാനാണ് വിളിച്ചോണ്ട് വന്നത്. ഓ, എത്ര വലിയ എന്നാ ഒരുക്ക വരുന്നറിയോ ഇവരുടെ ഇവ ഇറങ്ങി വരുന്നത്. ആ 12-ാം അധ്യായം എടുത്ത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്ത്. ആമേൻ. അതിന്റെ 8 മുതലുള്ള വാക്യം വെച്ച് അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോട് കൂടെ അത് തിന്നേണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടില്ലാതെ പിറ്റന്നാൾ കാലത്ത് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ തിന്നണം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇപ്പൊ പറയുന്നത് ഞങ്ങള് മരുഭൂമി മരിക്കാൻ പോവാന്ന്. ആമേൻ. ഇവരെ ഇറങ്ങി പോകുന്നപ്പോ എങ്ങനെയാ പോകുന്നത്? തിടുക്കത്തോടെ, കയ്യിൽ ചെരുപ്പിട്ട്, അരയിൽ കെട്ടി, കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട്. എഫേസ്യലേഖനം വായിക്കുമ്പോൾ എന്താ? അരയ്ക്ക് സത്യവും നീതി കവചവും ആത്മാവിന്റെ വാളും, കാലിൽ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിൽ ചെരുപ്പാക്കിയിട്ട് വടി പിടിച്ച് തിടുക്കത്തോടെ യാത്ര ചെയ്യുന്നവരാ നമ്മൾ. മറക്കരുത്. പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന, സിയോൻ പ്രയോണികളായിരിക്കുന്ന നമ്മള് തിടുക്കത്തോടെ യാത്ര ചെയ്യുന്നവരാണ്. ഈ തിടുക്കം നമ്മുടെ വഴിയിൽ ഇടയ്ക്ക് വെച്ചൊന്നും ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ ഈ തിടുക്കം മറന്നു പോകരുത്. ഓർക്കണം, നമ്മുടെ ലക്ഷ്യം ഇതല്ല. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ സന്നിധിയിൽ എത്തുക എന്നുള്ളതാ. അത് മരണം കൊണ്ടാകുന്നെങ്കിൽ അങ്ങനെയാകട്ടെ, ജീവിച്ചിരുന്ന നമ്മൾ തേജസ്കരണം പ്രാപിക്കുന്നെങ്കിൽ അങ്ങനെയാകട്ടെ. ഈ തലമുറയിൽ ഇന്ന് കർത്താവ് വന്നാലും, കർത്താവ് എനിക്ക് നിന്നോട് കൂടെ ചേരണം, എന്റെ കർത്താവിനോട് കൂടെ എനിക്ക് ദൈവത്തെ മുഖാമുഖം കണ്ട് എനിക്ക് ആരാധിക്കണം. അവൻ മൺമറയപ്പെട്ടു പോയ വിശുദ്ധന്മാരോട് ചേർന്ന് എനിക്ക് ദൈവത്തെ ആരാധിക്കണം. അതിന് തടസ്സമായി എന്റെ ജീവിതത്തിൽ വന്നുപോകുന്ന ഓരോ പ്രശ്നങ്ങളും കണ്ട് ഞാൻ നിൽക്കത്തില്ലെന്ന് ഉറച്ചു തീരുമാനമെടുക്കണം. കയ്യിൽ വടി പിടിച്ച് തിടുക്കത്തോടെ തിന്ന യാത്ര ചെയ്ത കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ച ദൈവജനം ഇപ്പോൾ മരുഭൂമിയിൽ വന്നപ്പോൾ ചെറിയ പ്രതികൂലം കണ്ട് ഒരന്തരം തന്നെ തകർന്നുപോയി. ആരാധന എന്നുള്ള ലക്ഷ്യമൊക്കെ അങ്ങ് മാറി. നിങ്ങൾ തന്നെ ചിന്തിച്ച്, നമുക്ക് രക്ഷിക്കപ്പെട്ട നല്ല സന്തോഷമുണ്ടോ? ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുണ്ടായിരുന്ന സമയത്ത് നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. നമ്മുടെ വായിലൊരു പുതിയ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒന്ന് സഭായോഗത്തിന് വന്നാൽ ഒരു പാട്ടിന്റെ 2 വരിയൊക്കെ പാടി ചാടി എഴുന്നേറ്റ് സാക്ഷ്യം പറയുമായിരുന്നു. ഇപ്പൊ സാക്ഷി പറയാനൊന്നും പറ്റുന്നില്ല. പാട്ട് കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു. പ്രാർത്ഥനയൊക്കെ സ്റ്റൈലിലായി പോയില്ലേ? ആരാധനയ്ക്ക് വരുമ്പോ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അതിന് ഞാൻ വേണ്ടെന്നൊന്നും പറയുന്നില്ല. കാരണം വീട്ടിലിരിക്കുമ്പോ സ്റ്റൈലൊന്നും വെക്കണ്ട. മണിക്കൂറുകൾ ദിവസം അവൻ ഹല്ലേലൂയ. വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന വാഹനം ഓടിച്ചു പോകുമ്പോഴാ നല്ല സാന്നിധ്യമല്ലേ, മനസാന്നിധ്യമല്ലേ, നല്ല ഏകാഗ്രതയല്ലേ. ദൈവത്തോടൊരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റത്തില്ലേ? ഇതിൽ പരം എന്താ നമുക്ക് വേണ്ടിയത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആത്മസാന്നിധ്യം അനുഭവിച്ച് ദൈവത്തോട് അടുത്ത് ജീവിച്ച് ചേർന്ന് ജീവിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടെങ്കിലേ കാഹളം ധ്വനിക്കുമ്പോൾ കേൾക്കത്തുള്ളൂ. അതിൽ ആരും കേൾക്കത്തില്ലെന്ന്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ വേർപാടും വിശുദ്ധി ജീവി പാലിച്ചെന്നൊക്കെ നമ്മൾ അവകാശപ്പെട്ടിട്ടോ പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവ ശബ്ദം കേട്ടുകൊണ്ട് അനുദിന ജീവിതത്തിൽ കളയേണ്ടതിനെ കളഞ്ഞ്, നീക്കിക്കളഞ്ഞ് ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങി. ദൈവത്തിന് സ്തോത്രം. ആ പുത്രത്വത്തിന് വേണ്ടി നമ്മൾ 16-ാം അധ്യായത്തിലേക്ക് അതിന്റെ 2-ാം വാക്യം. ഞാൻ വന്ന ശേഷം
ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയ്ക്ക് മഹനോന് വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന മിസ്രയീം ദേശത്ത് വെച്ച് സത്യത്തിൽ അത് മതി. ഒരു മിനിറ്റ്. സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്താ കാര്യം? അവരടിമകളായിരുന്നു. അടിമകളാണെങ്കിലും ഭക്ഷണം കിട്ടത്തില്ലേ? പിന്നെന്താ അവരങ്ങനെ ചെയ്തത്? അവർ പറഞ്ഞത്. അപ്പൊ ഇവരെന്താ പറഞ്ഞ സത്യത്തിൽ? ഇവര് നിങ്ങൾ രണ്ടാമത്തെ എടുത്ത് ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം തന്നെ എടുത്തു. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ഒന്നാം അധ്യായത്തിന് 14 വാക്യവും 2-ാം അധ്യായത്തിന് 24 വാക്യവും വായിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോട് ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. അവരുടെ ജീവനെ കൈപ്പായിട്ട് തോന്നി. ഈ കൈപ്പായിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ ഇറച്ചി തിന്നാൻ പോയെന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും വെള്ളം കുടിച്ചിട്ട് ഇച്ചിരി നേരം നീണ്ടു നിന്ന് കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നത് അതിനുപോലും അനുവദിക്കുന്നില്ല. ചാട്ടയായിട്ട് പുറകിൽ നിൽക്കുക. ഒരുത്തന്റെ പുറകിൽ 2 സൂപ്പർവൈസർ വീതമാണ്. ചാട്ടയും കൈ പിടിച്ചോണ്ട് ഇടത് കൈയിലും വലത് കൈയിലും ചാട്ടയും അപ്പുറം ഇപ്പുറം വെച്ച് പൊളക്കുക. ഇതിനിടയ്ക്കാണ് ഇവര് പറയുന്നത്, ഇപ്പം ജീവിതത്തിൽ ദൈവം ഒരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോ, ദൈവം ഒരു വിശാലത കൊടുത്തപ്പോ, ദൈവത്തിന് സ്തോത്രം, അതിനെ നിസ്സാരമെന്ന് കണ്ടിട്ട് ദൈവസന്നിധി പോയി നിന്നിട്ട് നുണ പറയുക. ഹല്ലേലൂയ. പ്രിയരെ, ഞാനിതൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്ത് നമ്മളെ ഒരുക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങളാരും അങ്ങനെയല്ലെന്നല്ല. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂത് ഞാൻ സഭയോടങ്ങ് പറയുക. ദൈവത്തിന് സ്തോത്രം. ജീവിതം കൈപ്പായെന്ന് തോന്നിയ സ്ഥാനത്ത് ദൈവം വിശാലത കൊടുത്തു, നല്ല ജോലി കൊടുത്തു, നല്ല ഫ്ലാറ്റ് കൊടുത്തു, നല്ല ജീവിത സാഹചര്യം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു. ഇതെല്ലാം കൊടുത്ത് ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം, അവൻ ദൈവത്തിന് സ്തോത്രം, ഒരു സ്വസ്ഥത ദൈവം കൊടുത്തപ്പോ ഇപ്പൊ പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ഉപവസിക്കാനും പറ്റുന്നില്ല, സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല, ആരാധനയ്ക്ക് വരാൻ പാർഷ 4 പ്രാവശ്യം വിളിച്ചാൽ വേണമെങ്കിൽ വരാമെന്നുള്ള സ്ഥിതിയായിരിക്കും. എന്താ കാര്യം അറിയുമോ? ദൈവസ്ഥിതി മാറ്റിയത് കൊണ്ടാണ്. അത് അവരുടെ ജീവിതത്തിൽ അവർ നുണ പറയുന്നവരായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ ഇടയിൽ ഇത് മാറ്റിക്കളയണം. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ അവൻ ശക്തിയുള്ളവരായി, ദൈവസന്നിധിയിൽ എല്ലാം അംഗീകരിക്കുന്നവരായി, ദൈവത്തോട് നന്ദി പറയുന്നവരായി തീരണം. അല്ലെങ്കിൽ ദൈവം നമ്മളെ പ്രസാദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവര് പറയുക, ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരുന്നപ്പോഴും തൃപ്തിയാകും വണ്ണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോഴും. ഓ, എന്തൊരു നുണയല്ലേ! പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പണ്ടൊക്കെ പറയുന്നത് ഈ കല്ല് വെച്ച നുണ. ഒത്തിരി നുണയുണ്ട്. പച്ച നുണയുണ്ട്, കല്ല് വെച്ച നുണയുണ്ട്, വിശുദ്ധ നുണയുണ്ട്, അങ്ങനെ പലയുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ഒരു അവസരം ഉണ്ടെങ്കിൽ പറയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ വന്നു നിന്ന് സാക്ഷി പറയുന്നതിന്റെ കൂട്ടത്തിലും പറയുന്നത് നുണ പറയുന്നത് ഒരു കുഴപ്പമില്ല. ആരുടെ മുമ്പിൽ അത് പറയുന്നത്? പാസ്റ്ററുടെ മുമ്പിലല്ല പറയുന്നത്, വിശ്വാസിയുടെ മുമ്പിലല്ല പറയുന്നത്. നിന്റെ ജീവിതം കൈപ്പായിരുന്നിടത്തു നിനക്ക് സ്വസ്ഥത തന്ന, നിനക്ക് വിശാലത തന്ന, നിന്നെ മാനിച്ച, നിന്നെ ഉയർത്തിയ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നീ പറയുന്നത് ഓർത്തോണം. അവർ തൃപ്തിയാകും വണ്ണം കഴിച്ചത്. ഞാനിതൊക്കെ ഓർത്ത് ഒത്തിരി പ്രാവശ്യം ഞാനിത് വായിച്ചു. എനിക്ക് ഇവർ പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അടികൊണ്ട് ഓടുക, അടികൊണ്ട് ഊപ്പാട് വരുന്ന സ്ഥലത്ത് അവർ ഭക്ഷണം കഴിച്ച് തൃപ്തിയായെന്നവർ. അങ്ങനെ വല്ലതും പറ്റുമോ? അപ്പൊ ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ കഷ്ടത വരും, ജീവിതത്തിൽ പ്രതികൂലം വരും, ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കും, സാലറി മുടങ്ങിയെന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂട്ടു സഹോദരന്മാരെ നമ്മുടെ കൂടെ വന്ന് പ്രാർത്ഥിച്ചില്ലെന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മളെ ഒന്ന് ഒരുക്കുന്നതാണ്. ഇതൊക്കെ നമ്മളെ ഒന്നുകൂടെ ഒന്ന് കഴുകി വെടിപ്പാക്കുന്നതാണ്, നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നതാണ്. എന്തിനാണെന്നറിയാമോ? കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതാണ്. ചെത്തി വെടിപ്പാക്കുന്നതാ, അല്ലാതെ നിന്നെ തകർക്കുവാനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നെ പണിയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ പൈതലേ, അവൻ വഴി ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രതിസന്ധികൾ അവൻ കാണാത്തവനല്ല. നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി അവൻ കണ്ടിട്ടുണ്ട്. ആ പ്രതിസന്ധിയിൽ കൂടി നിന്നെ നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഓ
ദൈവത്തിന് സ്തോത്രം. ഇവരെന്താ പറഞ്ഞത്? പിന്നീട് അതിന്റെ താഴോട്ടുള്ള 1-2 വാക്യങ്ങളോട് വായിച്ചേ. 5-5 വാക്യം വായിച്ചു. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നവന്റെ ഇരട്ടി കാണുമെന്ന് അരുളി ചെയ്തു. മോശയും അഹരോനും ഇസ്രായേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ്. ഇവരാരോടാ പിറുപിറുത്തത്? ഇവർ പറഞ്ഞത് നടത്തിപ്പുകാരായ മോശയോടാ പറഞ്ഞത്. പക്ഷെ ആരാ കേട്ടത്? വിളിച്ചിറക്കിയ ദൈവമാണ് കേട്ടത്. അവൻ തിടുക്കത്തോടെ അപ്പം ഭക്ഷിച്ചിറങ്ങി വന്നവർ, ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിച്ച്, ഒരു സ്വസ്ഥത ആഗ്രഹിച്ച് ഇറങ്ങി വന്നവർ, ഹല്ലേലൂയ, അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ നേരിട്ട ചെറിയ ചെറിയ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അവർ ഡിമാൻഡ് വെക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് ഡിമാൻഡ് വെച്ചു. മക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മളെ തന്നെ ഒന്നൊന്ന് വിചിന്തനം ചെയ്ത ദിനമായി ജനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം 2000 ദിറംസിന്റെ ജോലി വന്നപ്പോൾ, മറ്റൊരു തന്നെ 6000 ദിറംസിന്റെ ജോലി കണ്ടപ്പോൾ ദൈവത്തോട് നീ പിറുപിറുക്കരുത്. നമ്മുടെ ദൈവത്തിന് സ്തോത്രം. അവൻ 6000 കൊടുത്താലും നിനക്ക് 2000 തന്നാലും ഏറെ പെറുക്കിയവനും കുറഞ്ഞ പെറുക്കിയവനും ഒരുപോലെ ഇല്ല. അത് ഒരുപോലെ അളന്നപ്പോൾ ഒരുപോലെ അളവ് കൊടുക്കുന്നവരാണ് നമ്മുടെ ദൈവം. അവൻ ദൈവത്തിന് സ്തോത്രം. നിന്റെ സാധനയുടെ ബഹുത്വം കൊണ്ടല്ല നീ ഇവിടെ നിന്ന് പോയത്. ദൈവം പക്ഷെ നീ ഓർത്തോളം, നിറയ്ക്കുന്നവൻ ഉയരത്തിലുണ്ട്. നിനക്ക് 1000 രൂപ സാധനയുള്ളൂ, മതി. സ്തോത്രം പറ ദൈവത്തോട്. പെറുപിറുക്കരുത് മക്കളെ. അവൻ ദൈവത്തോട് പെറുപിറുക്കരുത്. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അവൻ ഹല്ലേലൂയ, അവൻ ഒരുപോലെ നിനക്ക് നിറയ്ക്കുന്ന ദൈവമാണ്. നിന്റെ സാധ്യത കുറവാണെങ്കിലും, നിനക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ദൈവം നിനക്ക് തലമുറ തന്നില്ലേ? നിനക്ക് കുടുംബജീവിതം തന്നില്ല? നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നന്നായി നടക്കുന്നില്ല? നിന്റെ ശരീരത്തിൽ നല്ല ആരോഗ്യം തന്നില്ലേ? ഈ ബോഡി എന്ന് പറയുന്നത്, ഈ ശരീരം എന്ന് പറയുന്നത് ഈ മണ്ണിൽ അലിച്ചു ചേരാനുള്ള, ഇത് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും, ഇതിന് പൊക്കം ഉണ്ടെങ്കിലും പൊക്കം കുറഞ്ഞാലും അവൻ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ നടത്തുന്നതോ പെറുപെറുക്കരുത്, പരിഭവിക്കരുതൊന്നും. ദൈവം തരുന്ന എല്ലാ നന്മയിലും ദൈവത്തെ സ്തുതിച്ചോണം. ദൈവത്തിന് മഹത്വം കയറ്റിക്കണം. ഒരേ തമ്പുരാന് സ്തോത്രം ചെയ്യണം. ഓരോ ദിവസവും പുലർന്നെഴുന്നേൽക്കുമ്പോൾ കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണരുവാൻ എന്നെ ഇടയാക്കിയതുകൊണ്ട് ഞാൻ നിനക്ക് മഹത്വം കയറ്റുന്നു. എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ, എന്റെ മക്കളെ കർത്താവ് ബലത്തോടെ നടത്തിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങൾക്ക് ആഹാരം നീ തരണം. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യം നീ ഞങ്ങളെ നടത്തണം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാത്രിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ നടത്തിയ വിശ്വസ്തതയോ ഒരു പാട്ടിങ്ങനെയുണ്ട്. അത് മിക്കവാറും മരണ വീട്ടിലാണ് പാടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം പേടിയായിരിക്കുക. അവൻ ദൈവത്തിന് സ്തോത്രം. പക്ഷേ പറവൂർ സെൻട്രൽ ജയിലില് അവൻ മരണം കാത്തു കിടക്കുന്ന ഒരു കൊലപ്പുള്ളി, അന്നത്തെ മിഷണറി ആയിരുന്ന മിഷണറി ബി നാഗൽ അദ്ദേഹത്തെ കടന്നു എന്ന് കണ്ട് അദ്ദേഹവുമായി സുവിശേഷം പറഞ്ഞ് നാളുകൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തിന് സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് വധശിക്ഷ കാത്തു കിടക്കുന്ന വ്യക്തിയാണ്. വധശിക്ഷയാണ് അദ്ദേഹത്തിന് വന്നത്. പക്ഷെ അദ്ദേഹം അന്ന് രാത്രി അദ്ദേഹത്തിന് പിറ്റേ ദിവസം പുലർച്ചെ അദ്ദേഹത്തിന് ആ വധശിക്ഷ കൊടുക്കുമ്പോൾ തലേ ദിവസത്തെ രാത്രിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ദീപനിക്ക് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഈ സായിപ്പിനെ എനിക്കൊന്ന് കാണണം. സായിപ്പ് അവിടെ ചെന്നു. പോലീസുകാരെ സായിപ്പിനെ കൊണ്ടുവന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം സായിപ്പിനോട് പറഞ്ഞു, സായിപ്പ് പറഞ്ഞു, ഞാൻ നിനക്ക് നല്ലൊരു ഫുഡ് വാങ്ങിച്ചു തരട്ടെ, അത് കഴിക്കണം.
ദൈവം പറഞ്ഞു, എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവ് നിങ്ങളാ പറഞ്ഞ ദൈവസന്നിധിയിൽ എനിക്കൊന്ന് ചെന്നാൽ മതി. നിങ്ങളാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടത്. ഞാൻ കൊലപാതകിയാണ്, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ വധശിക്ഷ, എനിക്ക് നാളെ ഞാൻ എന്നെ അവർ കൊല്ലും, എനിക്കതിനകത്ത് ഭാരമില്ല. പക്ഷെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിധി കൊണ്ട് ചെന്നാൽ മതി. ഈ രാത്രിയിൽ ഞാൻ ആ ദൈവത്തിൻ്റെ കൈകളിലാണ് ഉറങ്ങുന്നത്. അപ്പോഴും എൻ്റെ രഥത്തിൻ്റെ ചക്രം മുന്നോട്ടോടുകയാണ്. എനിക്ക് ഭാരമില്ല, എനിക്ക് പ്രയാസമില്ല. അവൻ ദൈവത്തിന് സ്തോത്രം. എൻ്റെ യാത്രയിൽ ഭാരം കൂടുന്നത് കൊണ്ട് എനിക്കൊന്നും വേണ്ട, പുതിയ ഭക്ഷണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഈ രാത്രിയിലും ആ ദൈവത്തിന്റെ കരങ്ങളിൽ ആ ദൂതന്മാരെ ഞാൻ കാണുന്നുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ ഉറങ്ങുകയാണ്. സ്വസ്ഥമായി ഉറങ്ങി നാളെ പ്രഭാതത്തിൽ എൻ്റെ വധശിക്ഷ നടപ്പാക്കുമ്പോൾ സായിപ്പേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളും എൻ്റെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നോടൊപ്പം കാണണം. നിങ്ങളെ കാണുന്നതാണ് എനിക്കൊരു സന്തോഷമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം ആ സായിപ്പ് എഴുതി വെച്ചിട്ട് ദൈവത്തിന്റെ വധശിക്ഷ കഴിഞ്ഞ് ആ ബോഡി ആമേൻ വാങ്ങിക്കുമ്പോൾ ആ സായിപ്പ് അതിനുശേഷം വന്നിട്ട് തന്റെ തൂലികയിൽ കുറിച്ചു വെച്ചിട്ട് തന്നെ നീങ്ങണം പോകുന്നത് ഇങ്ങനെയാണ്: രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഓരങ്ങുന്നു, രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഓരങ്ങുന്നു. അപ്പോഴും വേദത്തിന്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും വേദത്തിന്റെ ചക്രം മുൻപോട്ടോടുന്നു. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. നമ്മളെ പിന്നൊരു പാട്ട് വായിക്കണം. നമുക്കൊരു പാട്ട് പാടി ദൈവത്തിൽ നിന്ന് ആരാധിക്കാം. സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പാടുന്നില്ല. ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കണം. ഓരോ പാട്ടും പിറവിയെടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഭക്തന്മാർ അവരുടെ അനുഭവങ്ങളിൽ കൂടി എഴുതി വെച്ച ദൈവത്തിന് സ്തോത്രം. നാളത്തെ ദിവസം മരണം കാത്തു കിടക്കുന്ന ഒരു വ്യക്തി അവൻ തൻ്റെ ഇടത്തോടെ പറയുക, രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഉറങ്ങുന്നത്. പറയാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് പറയാൻ പറ്റുമോ? രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഉറങ്ങുന്നത്. അപ്പോഴും എന്റെ രഥത്തിന്റെ ചക്രം മുന്നോട്ട് പോകുക. അവൻ ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ, നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും, വേഗം. ഹല്ലേലൂയ. ഒരു സിയോൻ പ്രയാണി നമ്മുടെ പ്രത്യാശിതായിരിക്കണം. യേശുവേ, നിനക്ക് സ്തോത്രം. രോഗം ജീവിതത്തിൽ വരട്ടെ, ക്യാൻസർ ആകട്ടെ, മറ്റേതെങ്കിലും ആകട്ടെ, നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകട്ടെ, ഐസിയുലാകട്ടെ, ദൈവമേ, നീ ദൈവത്തോട് പറയണം, യേശുവേ, നിനക്ക് സ്തോത്രം. ഈ രോഗം വന്നതുകൊണ്ട് എനിക്ക് സ്തോത്രം. ഞാൻ എന്റെ യേശുവിനെ കാണുവാൻ വേഗം വരും. ആമേൻ. അപ്പോഴും എന്റെ രഥത്തിന്റെ ചക്രം ഇങ്ങനെ മുന്നോട്ട് ഓടുകയാണ്. ആമേൻ. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പെറുപെറുപ്പും വരുന്നില്ല. പെറുപെറുപ്പ് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കളയാം. സമയം പോയി ഞാൻ നിർത്തുക, വാക്കുകൾ നിർത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയരെ കേട്ട വചനത്തിൽ അത് അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. സ്തോത്രം. എങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കേട്ടടത്തോളം വെച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങൾ ഞാൻ ക്ഷമിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, പലപ്പോഴും ഞങ്ങൾ പെറുപെറുക്കുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അവൻ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ലഭിച്ച കുടുംബജീവിതത്തെ ഓർത്ത് ഞങ്ങൾ പലപ്പോഴും പെറുപെറുത്തിട്ടുണ്ട്. മക്കളെ ഓർത്ത് പെറുപെറുത്തിട്ടുണ്ട്. ആണോ? ഓക്കെ. സ്തോത്രം. അവൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളുടെ കർത്താവിനെ കാണുന്നതിൽ നിന്ന് ഞങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഏത് വാക്കും ഞങ്ങളുടെ വായിലുണ്ടാകുവാനിടയാകരുത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ തീച്ചൂടയുടെ അനുഭവങ്ങൾ വരട്ടെ. അവൻ ദൈവത്തിന് സ്തോത്രം മാറയുടെ അനുഭവങ്ങൾ വരട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, തീക്കൽ പാറയുടെ അനുഭവങ്ങൾ വരട്ടെ. അതിൽ നിന്ന് പാറയെ വെള്ളത്തെ പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള ദൈവമാണ് ഞങ്ങളുടെ കൂടെ എന്ന് വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആമേൻ, അത് ദൈവത്തെ കാണാനുള്ള ഒരു ഉപാധിയാണെന്ന് ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം നീക്കുപോകുന്നു. ഹല്ലേലൂയ. ഒരു രോഗത്തെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. നമ്മളെല്ലാം
സിയോൻ പ്രയാണികൾ ഇവിടെ 7, 10 ഏറെ ആയാൽ 80 മാത്രം. അതിൽ കൂടുതൽ കിട്ടിയാൽ നല്ലത്, ദൈവത്തിന് സ്തോത്രം. പക്ഷെ കിട്ടാതിരിക്കുന്നതല്ല, അതിന് മുമ്പ് അങ്ങ് പൊക്കോ. ഇവിടെ കിടന്ന് എന്തിനാ കിടന്നുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടി വേല ചെയ്ത് ജീവിതം കൈപ്പാകുന്നതിനേക്കായി നല്ലത് അങ്ങ് അക്കരെ ചെന്ന സുഖമല്ലേ. അത് ഓർത്താ ദൈവത്തിന് മഹത്വം കരയറ്റണം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി കരയറ്റണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ വാക്കുകളുടെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. ഒരു 2 മിനിറ്റൂടെ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം എടുത്ത് 20-ാമത്തെ നിർത്തി. സംഖ്യാപുസ്തകം 20-ാം ഒന്നുകൂടെ വാക്കുകൾ വായിച്ചു. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. 5-ാം വാക്യം വെച്ച് 5-ാം വാക്യം സമയമില്ല. ബാക്കിയുള്ള നിങ്ങൾ 4 പോലും വായിച്ചു. 4 പോലും വായിച്ചിട്ട് ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ പിടിച്ചത് വായിക്കും. ഞങ്ങൾ ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയിൽ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ അത് നിർത്തണേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വല്ലാത്ത സ്ഥലത്താണോ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്? ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില നേഴ്സുമാരോട് ക്ഷമിക്കണം. എന്നോട് നേരിട്ട് പറഞ്ഞോണ്ടാണ്, എൻ്റെ ഭാഷ ഞാൻ എന്തുമാത്രം പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ വിദ്യാഭ്യാസം എന്തെല്ലാം ഉണ്ടായിരുന്നു, ഇതെല്ലാം ചെയ്തു. വെറും അവർ പറയുന്ന ഭാഷയാണ് ലോക്കൽ നേഴ്സായിരിക്കും. എന്നോട് പറഞ്ഞ ഞാൻ പറയാം, അവിടെ ഇപ്പോൾ ഉണ്ട് അയർലൻഡിൽ കിടന്ന് പൈസ ഉണ്ടാക്കും. ഞാനിപ്പോഴും ഇവിടെ ഈ വല്ലാത്ത സ്ഥലത്ത്. ഒരിക്കലും പറയരുത്. നീ എവിടെ ആയിരിക്കണം ദൈവമാണ്. ഈ വല്ലാത്ത സ്ഥലത്തല്ല. നിന്നെക്കാട്ടിൽ വിദ്യാഭ്യാസമുള്ള, നിന്നെക്കാട്ടിൽ കൊള്ളാവുന്നവർ പലരും നാട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുമ്പോൾ, എങ്ങും പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ, ഒരു ജോലി എടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരെ കെട്ടിച്ച വീട്ടിൽ അവരെ ജോലിക്ക് വിടാൻ അനുവദിക്കാതിരിക്കുമ്പോൾ നിനക്ക് സ്വാതന്ത്ര്യം തന്ന, ഇവിടെ കൊണ്ടുവന്ന, ഈ അബുദാബിയിലല്ലേ, ദുബൈയിലല്ലേ, ഷാർജയിൽ കൊണ്ടുവന്ന ദൈവം നിനക്ക് ജോലി തന്നപ്പോൾ ഇത് വല്ലാത്ത സ്ഥലമാണെന്ന് പറയരുത്. കാനഡ അല്ല, അവൻ ഓസ്ട്രേലിയ അല്ല, അയർലൻഡ് അല്ല, UK അല്ല, ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവവേദലേ, ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്നെ അവൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അവൻ നിന്നെ മാനിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എവിടെ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മാറായിൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. അവിടെ അവൻ അവരെ വൃക്ഷം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കയ്പ് മാറ്റാൻ. തീക്കൽ പാറയില് അവൻ ദൈവത്തിന്റെ സ്തോത്രം. അവിടെ മോശയുടെ കരത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് തൊടാൻ അവൻ അടിക്കുമ്പോൾ അവിടെ വെള്ളം വരും. അവൻ ദൈവം എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് അനുകൂലമാക്കി തരുന്നു. ഇത് വല്ലാത്ത സ്ഥലമല്ല, ഇത് നല്ല സ്ഥലമാണ്. നാം ജോലി ചെയ്യുന്ന സ്ഥാപനം ഓർത്ത് സ്തോത്രം ചെയ്യണം. നാം പാർക്കുന്ന വീട് ഓർത്ത് സ്തോത്രം ചെയ്യണം. നാം ആരാധിക്കുന്ന ആലയം ഓർത്ത് സ്തോത്രം ചെയ്യണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യണം. അടുത്തൊരു വാക്കുകൾ വായിച്ചതോട് വായിച്ച് പറയുന്നത് താഴെ വായിച്ച് ലാസ്റ്റ് വാക്കുകൾ വായിച്ച് 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും, ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും. മനെ സ്വർഗീയ പിതാവിൽ നിന്നും തിരുഹിതം എന്നുള്ള പാട്ടൊന്ന് എടുത്തു വെച്ച് നമുക്ക് വായിക്കാം. നമുക്ക് പാടണം. വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും എന്ന് പറഞ്ഞാൽ നട്ട്സും ഫ്രൂട്ട്സും ഇല്ല. കുടിക്കാൻ വെള്ളമില്ല, പോട്ട് അത് കൊടുക്കാമെന്ന്. പക്ഷെ നട്ട്സും ഫ്രൂട്ടും വേണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വെള്ളം കൊണ്ട് വലിയ ആവശ്യമില്ല. അവിടെ ചാട്ടവാറ കൊണ്ട് അടി കൊണ്ട് ഊപ്പാട് വന്ന പാർട്ടി ജീവിതം കയ്പാ കർത്താവേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് കരഞ്ഞിട്ട് നിലവിളി കേട്ട് ദൈവം തമ്പുരാൻ നീട്ടിയ ഭുജത്താലും വീരപ്രവൃത്തിയാലും വിടുവിച്ച് ഇക്കരെ കൊണ്ടുവന്നപ്പം പറയുക, ഞങ്ങൾക്ക് നട്ട്സും ഫ്രൂട്ട്സും വേണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അഹങ്കരിക്കരുത്. തമ്പുരാൻ തന്ന നന്മയോർത്ത് ദൈവത്തിന് സ്തോത്രം.